ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നാട്ടിലൊക്കെ പോയി ഇവിടെ എത്തി. അപ്പോൾ ഒരു ചെറിയൊരു വീക്കെൻഡ് വ്ളോഗാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് നമ്മുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങൾ മെഡിക്കൽ ഉണ്ടായിരുന്നു വിസ അടിക്കണതിൻ്റെ. അപ്പോൾ അതിനൊക്കെ പോയി കഴിഞ്ഞ് ഞങ്ങളിതാ ഇവിടെ സൗദി കിച്ചണിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ സൗദി കിച്ചണിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അവിടെ പോയി ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ശരി, നമ്മുടെ അബുദാബിയിലെ മുഷ്രിഫ് മാളിൻ്റെ അടുത്തുള്ള സൗദി കിച്ചണിലോട്ടാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഇതുപോലത്തെ ഒരു സെറ്റപ്പ് നമുക്ക് ഉണ്ടായിരുന്നില്ല, എല്ലാം ഫുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്നതിന് ശേഷമാണ് നമ്മളിവിടെ ഉള്ളിലോട്ട് കയറിയത്. അങ്ങനെ നമ്മൾ റൈസും ചിക്കൻ ഉണ്ടായിരുന്നില്ല, അപ്പോൾ മട്ടനായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞൊരു കുനാഫയും ഓർഡർ ചെയ്ത് ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അത്യാവശ്യം നല്ല വിശപ്പിൻ്റെ വിളിയൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും വിശപ്പായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിഗംഭീരമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മുടെ കുനാഫയും കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഫുഡും അതുപോലെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് അൽ കുവ മിൽക്കി വേയിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ പോകുന്ന വിശേഷങ്ങളാണ് ഇതിൻ്റെ പിന്നാലെ വരുന്നത്. അവിടെ നമുക്ക് ഒത്തിരി ഉള്ളിലോട്ട് നമുക്ക് സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ അവിടുത്തെ നൈറ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടാസ്വദിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുത്തെ ഭക്ഷണവും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെല്ലനെ പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. ഇവിടെ കുറേ ഗാർഡനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളി സ്പേസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ അവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ പോന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ നമ്മളൊരു സ്ഥലം വരെ പോകാമെന്ന്. അപ്പോൾ ഇനി ആ സ്ഥലത്തോട്ടുള്ള യാത്രയിലാണ് കേട്ടോ. ഒത്തിരി ഉള്ളിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ആദ്യമൊക്കെ ഇങ്ങനെ ഭംഗിയുള്ള ലൈറ്റുകളൊക്കെ കാണും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സ്ട്രീറ്റ് ലൈറ്റ് ഒരു ലൈനായിട്ട് മാറും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ലൈറ്റേ ഉണ്ടാവില്ല, നമ്മുടെ വണ്ടിയുടെ വെളിച്ചം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, കുറേ റോഡിൻ്റെ വ്യൂ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല. ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡിൽ മാത്രമായി ലൈറ്റ് ഇട്ടാൽ ലൈറ്റിൻ്റെ എണ്ണമൊക്കെ ഇങ്ങനെ കുറഞ്ഞു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടിയും ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റുകൾ ഇല്ലാത്തൊരു സ്റ്റേജിലെത്തും. അപ്പോഴാണ് മിൽക്കി വേയുടെ അവിടേക്ക് എത്തുന്ന ദൂരം. ഇപ്പോൾ നമ്മുടെ പിന്നിലൊക്കെ 1-2 വണ്ടികൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, അധികാരം എത്തിയിട്ടില്ല. ഇനി സമയം 11 മണിക്ക് ശേഷമാണ് ഒന്നുകൂടി കൂടുതലായിട്ട് കാണുക എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ അതിന് മുന്നൊക്കെ ആയിട്ട് വേണമെങ്കിൽ അവിടെ എത്തിയിരിക്കും. ഇത് കണ്ട, ലൈറ്റേ ഇല്ലാണ്ട് ഇപ്പം നമ്മുടെ വണ്ടിയുടെ ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ 1 വേ ഒക്കെ മാറി 2 വേ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിൽ കൂടെ നമ്മൾ പോവുക, അപ്പുറത്തെ സൈഡിൽ കൂടെ വണ്ടികൾ ഇപ്പുറത്ത് കൂടെ പോകും. അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ബാക്കിൽ 1-2 വണ്ടികൾ ഇങ്ങനെ വരുന്നുണ്ട് എന്നല്ലാണ്ട് വേറെ വണ്ടികളൊന്നും നമുക്ക് കാണാനില്ല. അങ്ങനെ ഞങ്ങളിതാ പോയി ഇവിടെ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്രോൾ പമ്പ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്കൊന്നുമില്ല, പെട്രോൾ പമ്പും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പോകുന്നവർ എന്താ പറയുക, വെള്ളം അങ്ങനത്തെ കുറച്ച് സാമഗ്രികളൊക്കെ ആയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മളിതാ ഏതാണ്ട് എത്താറാവുമ്പോൾ അവിടെ ഒരു ലൈറ്റും വെളിച്ചമൊക്കെ കാണാനുണ്ട്. പക്ഷെ എന്നാലും പിന്നെയും പോകുമ്പോൾ ഈ ലൈറ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ നമ്മുടെ സ്ഥലത്തെത്തി കേട്ടോ. ഇത് അവിടെ ഒരു ഗേറ്റൊക്കെ ഉണ്ട്. ആ ഗേറ്റ് കടന്ന് കയറിയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, എന്താ പറയുക, അടിപൊളി നല്ല തണുപ്പ്. മേലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ വീഡിയോയിലൊന്നും കാണാൻ പറ്റുന്നില്ല, പക്ഷേ ഫോട്ടോ എടുക്കുമ്പോൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ മിൽക്കി വേ. അപ്പോൾ അതാണ് കേട്ടോ ഫോട്ടോ ആയിട്ട് കാണിച്ചത്. പിന്നെ ഞങ്ങളും ഇരിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ ഏതാണ്ട് ഒരു സ്പേസിലിരിക്കുന്ന പോലെയൊക്കെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ചന്ദ്രനുള്ളിലിരിക്കുക കാലൂത്തി ആദ്യ മനുഷ്യൻ്റെ ഒക്കെ ഫോട്ടോ നമ്മൾ കണ്ടിട്ടില്ല, അതുപോലത്തെ ഒരു കോലമായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി തണുപ്പാണ് കേട്ടോ. സെറ്ററും അതിൻ്റെ മേലെ എന്തൊക്കെ ഇടേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ഞങ്ങൾ വന്നു. പിന്നെ ഞങ്ങളുടെ വണ്ടിയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ദൂരെ ഇങ്ങനെ വണ്ടികൾ വരണേ. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇതൊരു ക്യാമ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, നൈറ്റ് ക്യാമ്പ്
ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്പോട്ടാണെന്ന് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ഈ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഒത്തിരി ആയിട്ട് നീങ്ങിയിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ അധികം ദൂരം പോയില്ല. അധികം ദൂരം പോകുമ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ ക്യാമ്പിങ്ങിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാമ്പിങ്ങിന് അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ്. പക്ഷേ വരണവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ സാധന സാമഗ്രികളും നമ്മൾ എടുത്തിട്ട് വേണം വരാൻ, അല്ലെങ്കിൽ ഒരു കട പോലും ഇവിടെ ഇല്ല കേട്ടോ, ഒന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനെ അടിപൊളിയായിരുന്നു. നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോയി. ഇതിന് മുന്നേ ഇങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയതിന് ശേഷമാണ് കുറച്ച് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അവിടെ പോയിരുന്നു. അവർക്ക് ഒന്നുകൂടി ഇതിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് കുറച്ചൊക്കെ കണ്ടു. പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ അധികം നേരം അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, അത്രയും നല്ല തണുപ്പാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം തിരിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ അവിടേക്ക് വരുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ മിൽക്കി വേ ഒക്കെ കണ്ട് പിന്നെ ഒരിക്കൽ അവിടെ ക്യാമ്പയിനൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങോട്ട് പോന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആരും മറക്കരുത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്